നമ്മൾ മാറ്റം ഉണ്ടാവണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ എന്തോ ഒരു സാധനം നമ്മളെപ്പോഴും തടസ്സപ്പെടുത്തുന്നു, നമ്മളെ എവിടെയോ പിടിച്ചു കെട്ടുന്നു എന്ന് നിങ്ങൾക്ക് തോന്നാറുണ്ടോ? അങ്ങനെ എത്ര പേര് തോന്നിയിട്ടുണ്ട്? എല്ലാം ഞാനൊക്കെ സെറ്റാണ്, എനിക്ക് മോട്ടിവേഷൻ ഉണ്ട്, എനിക്ക് ചെയ്യണം, എനിക്ക് മാറണം, ഞാൻ മാറാൻ വേണ്ടി ചെയ്യാൻ തയ്യാറാണ്, പ്രാക്ടീസൊക്കെ ചെയ്ത്, പക്ഷെ എന്തോ ഒന്ന് രാവിലെ എന്നെ പിടിച്ചു നിർത്തുന്നു. എന്തോ ഒരു സംഭവം ഞാൻ ചെയ്യാൻ തുടങ്ങുമ്പോൾ എനിക്ക് വിലങ്ങുതടിയായി മാറുന്നു. അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നാറുണ്ടോ? എല്ലാവർക്കും നമസ്കാരം. ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടിയുള്ള നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു. രസമുള്ള ജീവിതം, സന്തോഷകരമായ ജീവിതം, സംതൃപ്തിയുള്ള ജീവിതം, ആനന്ദകരമായ ജീവിതം, ആസ്വാദ്യകരമായ ജീവിതം, അനർഘമായ ജീവിതം, ഇതൊക്കെയല്ലേ നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത്? യെസ് ഓർ നോ? എല്ലാവരും പറഞ്ഞോക്കെ, ഇതൊക്കെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ആണല്ലോ. പ്രാക്ടീസുകൾ നോക്കൂ, പ്രാക്ടീസുകൾ ഞാൻ എല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. ചില വീണ കുറച്ചും കൂടി ബെറ്റർ ആവട്ടെ കേട്ടോ. നല്ല പ്രാക്ടീസ്, നന്നായിട്ട് വരും, നല്ല പ്രാക്ടീസ്. എൻ്റെ പിള്ളേരെല്ലാവരും, ഐ ആം പ്രൗഡ് ഓഫ് യു മൈ ഡിയേഴ്സ്. സ്റ്റാൻഡേർഡ് മെമ്പർഷിപ്പ് മുതൽ എലൈറ്റ് മെമ്പർഷിപ്പ് വരെയുള്ള എല്ലാ മെമ്പർഷിപ്പിലും ഐ ആം റിയലി പ്രൗഡ് ഓഫ് യു. ഞാൻ ഇത്രയും ബാക്കിയുള്ള പബ്ലിക്കിൻ്റെ മുമ്പ് പറയണം, ഓരോരുത്തരും യു ആർ അമേസിങ്. നിങ്ങളുടെ ഒന്നാമത്തെ സ്റ്റെപ്പ് നിങ്ങൾ ചവിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി നിങ്ങളെ തകർക്കാൻ ആരെ കൊണ്ടും പറ്റില്ല. നിങ്ങൾ തീരുമാനിക്കാത്ത, നാളെ അടുത്ത ക്ലാസ് നിങ്ങൾക്ക് വരുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടി മാത്രം ക്ലാസ് വരുന്നുണ്ട്. അത് വളരെ 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 ഡീപ്പായിട്ട് നിങ്ങളെ ഉണർത്തുന്ന ഒരു ക്ലാസ് വെക്കുന്നുണ്ട്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യൂ. എവരിബഡി വിൽ ചേഞ്ച് ദെയർ ലൈഫ്. എല്ലാവരുടെയും ജീവിതം മാറുമെന്നുള്ളത് ഇപ്പൊ കാണില്ല. ഇപ്പൊ ശാന്തി പറഞ്ഞില്ലേ, സാറ് മാറ്റി. ഞാനല്ല, ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തു, നിങ്ങൾ മാറി. ഞാനതൊരു നിമിത്തം മാത്രം, ഇത്രയേ ഉള്ളൂ. വേറെ ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല. ഞാനൊന്നും ചെയ്യുന്നുമില്ല, ചെയ്യാൻ താല്പര്യമില്ല. ഞാൻ കൃത്യമായി പറഞ്ഞു തരും, അതങ്ങ് പ്രാക്ടീസ് ചെയ്യുക. അതങ്ങ് സുഖമായിട്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യുമ്പോൾ മനസ്സിലാവില്ല ഇതെന്തിനാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. കണ്ണാടി നോക്കാൻ പറഞ്ഞപ്പോൾ ആൾക്കാർ, ഞങ്ങൾ കണ്ണാടി കാണുന്നുണ്ടല്ലോ, പക്ഷെ നോക്കേണ്ട രീതിയിൽ കണ്ണാടി നോക്കിയപ്പോൾ അവിടെ ഒരാളെ കണ്ടു, അതുവരെ കാണാത്ത ഒരാളെ കണ്ടു. അവിടെ വിചാരിച്ചു, ആഹാ, ഇവരെൻ്റെ കൂടെ ഉണ്ടായിട്ട് ഇത്രയും 10, 40, 50 വർഷമായല്ലോ എന്ന് അപ്പോഴാണ് തിരിച്ചറിഞ്ഞത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ ഒരു ക്യാമറ എടുക്കൂ, സെൽഫി എടുക്കൂ, അപ്പോൾ പുതിയൊരാളെ കണ്ടു, തികച്ചും പുതിയൊരാളെ, ഇതുവരെ കാണാത്ത ഒരാളെ, സെൽഫി ഫോൺ ഇതുവരെ കാണാത്ത ഒരാളെ കണ്ടു. വീഡിയോ എടുത്ത് നോക്കുമ്പോൾ എൻ്റെ കഴിവുകളെയും ഞാൻ മനസ്സിലാക്കി. ജയപ്രദ, ഞാൻ ഇന്ന് ആ പുസ്തകം വായിക്കുന്ന കണ്ടിട്ട് ഞാൻ അങ്ങനെ കുറച്ച് ആലോചിച്ചു. ജയപ്രദ ഇവിടെ ഇല്ലെന്നു അല്ലേ, ആലോചിച്ചു പോയി. ആഹാ, എന്ത് മനോഹരമായിട്ടാണ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇതുവരെ സാറേ എനിക്ക് പറ്റത്തില്ല, ഞാൻ ക്യാമറയിൽ എടുക്കത്തില്ല, നിൽക്കത്തില്ല, എനിക്ക് ഈ കാര്യങ്ങൾ പറയാൻ അറിയില്ല എന്ന് പറഞ്ഞ ആൾ ഒരൊറ്റ ഷിഫ്റ്റ്, പാരഡൈം ഷിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞതാണ്. ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ സ്റ്റാർട്ടിങ് ടു ചേഞ്ച് ദെയർ ലൈഫ്, ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ അവരവരുടെ ജീവിതം മാറ്റണമെന്ന് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു ശക്തിക്ക് നമ്മളെ തടയാൻ സാധിക്കില്ല. നിങ്ങളുടെ പ്രാക്ടീസാണ് എൻ്റെ പ്രചോദനം. ഇപ്പോൾ ഓടിപ്പിടിച്ച് നിങ്ങളുടെ അടുത്ത് വന്നിരിക്കാൻ നിങ്ങളുടെ പ്രാക്ടീസാണ്. മെമ്പർഷിപ്പ് വന്ന് ഓരോ ആളും, ഐ എം റിയലി, കോച്ചുമാരും അതിനനുസരിച്ച് ക്ലാസ് എടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് നല്ല ഇത് തരുന്നുണ്ട്. നിങ്ങൾ മാറാൻ ഇനിയും ബാക്കിയുള്ളവരോട് പറയാം, ഇതാ സ്പേസ്, ഇതാണ്, ഇതിനേക്കാളും ബെറ്റർ സ്പേസ് ഞാൻ ഉറപ്പ് പറയാം. ഇന്ന് കേരളത്തിൽ ഒരു കോച്ചുമാരും ഇത്രയും ബെറ്റർ സ്പേസ് സ്റ്റുഡൻസിന് കൊടുക്കുന്നില്ല എന്ന് നിങ്ങൾ പറഞ്ഞ്, നിങ്ങളെ കുറേ പോയതല്ലേ, സോർണോ ഒന്ന് പറഞ്ഞു നോക്കി. ഇതിനേക്കാളും ബെറ്റർ സ്പേസ് കിട്ടുന്ന ഒരു കോച്ച് കേരളത്തിലുണ്ടോ? നിങ്ങളൊന്ന് പറഞ്ഞു നോക്കി. ആരെങ്കിലും ഒരാളെ പേര് പറഞ്ഞു. നിങ്ങൾ കുറേ കോച്ചുമാരെ കണ്ടതല്ലേ, ഞാൻ മാത്രമല്ലോ. യെസ്, ഉണ്ടോ? ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയാം, ഉണ്ടെങ്കിൽ ഉണ്ട് പറയാം. ഓക്കെ, രണ്ടും ആയിക്കോട്ടെ, ഉണ്ടെങ്കിൽ ഉണ്ട്. ഞാൻ അത്രയും ഫ്രീ ആയിട്ട് നിങ്ങളോട് ഇടപെടുകയും നിങ്ങളുടെ ഓരോ കാര്യങ്ങൾക്ക് പരിഹാരം നൽകുകയും ഞാൻ ഒരു ഡിഫറൻഷിയേഷനും ഇല്ലാതെ ഓരോ ആളുടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. ആ മാറ്റം നിങ്ങൾക്കൊന്ന് പ്രാക്ടീസ് ചെയ്തവർക്ക് എല്ലാവർക്കും മാറ്റും. ഇനി കോഴ്സ് കഴിഞ്ഞു പോയ പബ്ലിക്കായിട്ടായിട്ട് പറഞ്ഞേ, കോഴ്സ് കഴിഞ്ഞു പോയവർക്കും പറയാൻ അഭിപ്രായം. ഇതേ വീഡിയോന് താഴെ സാറിൻ്റെ അടുത്ത് വന്നിട്ട് എനിക്കൊരു മാറ്റം വന്നു, ഞാൻ പ്രാക്ടീസ് ചെയ്ത് മാറ്റം വരുന്നില്ല എന്ന് പറഞ്ഞോളൂ, നോക്കട്ടെ. ഞാനിവിടെ നിങ്ങൾക്കെല്ലാം പറഞ്ഞത് തത്വാധിഷ്ഠിതമായ കാര്യങ്ങളാണ്. ഒരു ബ്ലഫിങ്ങും ഇല്ല, ഒരു ഇതുമില്ല. തത്വാധിഷ്ഠിതം, എല്ലാം പ്രൂവൺ ആയിട്ടുള്ള ടെക്നിക്സുകളാണ് പറയുന്നത്, അവനവൻ്റെ ജീവിതത്തിൽ മാറ്റപ്പെടുത്താനുള്ള ആണല്ലോ, അല്ലേ? യെസ്. അപ്പോൾ ഇപ്പോഴും ഒരു വിഷയം, ഇപ്പോൾ കുറേ കാലങ്ങളായിട്ട് നിങ്ങൾ നന്നെ പ്രാക്ടീസ് ചെയ്യുന്നവരാണ് പറയണേ. ഞാനും നിങ്ങളും അടക്കമുള്ള എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഞാനും നിങ്ങളെപ്പോലെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങൾ കാണുന്നതിൻ്റെ അപ്പുറത്ത് ഞാനും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അല്ലാതെ ഒന്നും ഇവിടെ വന്നിരിക്കുന്നൊന്നുമല്ല കേട്ടോ. നിങ്ങൾ വിചാരിക്കും സാറെല്ലാം കൂടി വന്നിരിക്കും, ഇല്ല. ഒരു ക്ലാസ് എടുക്കുന്നതിന് മുമ്പ് എന്തായാലും ഞാൻ 10-15 മിനിറ്റ് നേരം ഒന്നിക്കൽ സൈലൻ്റ് ആയിട്ടിരിക്കും, അല്ലെങ്കിൽ ഞാൻ പ്രാക്ടീസ് ചെയ്യും, എന്നിട്ടാണ് വരുന്നത്. അല്ലാതെ ഒന്നും വരികയില്ല. അത് അതുപോലെ തന്നെ മറ്റു പ്രാക്ടീസും കുറേ വായനയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എല്ലാ ദിവസവും. അപ്പോൾ
പറഞ്ഞു വന്നത്, നമ്മൾ മാറ്റം ഉണ്ടാവണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ എന്തോ ഒരു സാധനം നമ്മളെപ്പോഴും തടസ്സപ്പെടുത്തുന്നു, നമ്മളെ എവിടെയോ പിടിച്ചു കെട്ടുന്നു എന്ന് നിങ്ങൾക്ക് തോന്നാറുണ്ടോ? അങ്ങനെ എത്ര പേര് തോന്നിയിട്ടുണ്ട്? എല്ലാം ഞാനൊക്കെ സെറ്റാണ്, എനിക്ക് മോട്ടിവേഷൻ ഉണ്ട്, എനിക്ക് ചെയ്യണം, എനിക്ക് മാറണം, ഞാൻ മാറാൻ വേണ്ടി ചെയ്യാൻ തയ്യാറാണ്, പ്രാക്ടീസൊക്കെ ചെയ്ത്, പക്ഷെ എന്തോ ഒന്ന് രാവിലെ എന്നെ പിടിച്ചു നിർത്തുന്നു. എന്തോ ഒരു സംഭവം ഞാൻ ചെയ്യാൻ തുടങ്ങുമ്പോൾ എനിക്ക് വിലങ്ങുതടിയായി മാറുന്നു. അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നാറുണ്ടോ? ഉണ്ടെങ്കിൽ പറഞ്ഞു, ഉള്ളവർ മാത്രം പറഞ്ഞ് ഇങ്ങനെ സംഭവം എനിക്ക് തോന്നാറുണ്ട്. നോക്കട്ടെ ദേവസ്യ, ഇതൊന്നും ബാധിക്കുന്ന കാര്യമാണ്, നോക്കട്ടെ ഉണ്ടോ ഇല്ല, അങ്ങനെ പിടിച്ച് കെട്ടാറുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയും, ഇല്ലെങ്കിൽ എന്ന് പറയും. ഒരു സംഭവമില്ല, ഞാൻ വേണമെന്ന് വെച്ചാൽ മലമറിക്കും. മറിക്കുന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും, പക്ഷെ മറിയില്ലെന്നേ ഉള്ളൂ. മറിക്കണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട് നമുക്കല്ലേ? യെസ്, എല്ലാവർക്കും ഉണ്ടല്ലോ. എന്തായിരിക്കും അത്? നിങ്ങളെപ്പോഴും ചിന്തിച്ചു എന്താണത് നിങ്ങളെ തടയുന്ന കാര്യം എന്താണ്? ഇപ്പം ഞാൻ എൻ്റെ കാര്യം ഇന്നലെ പറഞ്ഞു, ഞാൻ ഇന്നലെ നിങ്ങളോട് പബ്ലിക് പറഞ്ഞതാണ് എൻ്റെ കാര്യം. പിന്നെ ഞാൻ 2 ദിവസമായിട്ട് ഞാൻ ക്ലാസ് എടുക്കാത്ത എന്ന് പറഞ്ഞാൽ ഞാൻ ഓഫീസിൽ നിന്ന് വരുമ്പോൾ ലേറ്റ് ആവുന്നതുകൊണ്ടാണ്. ഓക്കെ, വാട്ട് എവർ ഇറ്റ് ദ റീസൺ. മിനിയാന്ന് ഞാൻ രാവിലെ എഴുന്നേറ്റ ഒരു ദിവസം, ഒറ്റ ദിവസമാണ് ഞാൻ ലേറ്റായി എഴുന്നേറ്റു എന്ന് ഞാൻ പ്രഖ്യാപിച്ച ഒറ്റ ദിവസമാണ്. എന്ന് വെച്ചാൽ ഞാൻ എല്ലാ ദിവസവും 3:30 മണിക്ക് എഴുന്നേക്കുന്നതല്ല എൻ്റെ അർത്ഥം. ഞാൻ ചിലപ്പോൾ ശനിയാഴ്ച കിടന്നുറങ്ങാറുണ്ട്, ഞായറാഴ്ചയും കിടന്നുറങ്ങാറുണ്ട്. ഞായറാഴ്ച കുറച്ചും കൂടി നേരത്തെ, പലപ്പോഴും സമയം തെറ്റി എഴുന്നേൽക്കാറുണ്ട്. ആ ക്രോപ്പതി ക്ലാസ് ഉള്ളതുകൊണ്ട് അത് 7 മണിക്കാണോ 5 മണിക്കാണോ എന്നറിയാൻ ഞാൻ ചിലപ്പോൾ 3:30 മണിക്ക് എഴുന്നേറ്റോണ്ടിരിക്കും. അത് ഞായറാഴ്ചത്തെ കാര്യം. ശനിയാഴ്ച ഞാൻ ഉറങ്ങാറുണ്ട്. ഞാൻ ഉറങ്ങാത്തത് ഞാൻ എഴുന്നേൽക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് ഞാൻ ഉറങ്ങിപ്പോയ ദിവസത്തെ വിഷയത്തിൽ ഞാൻ നിങ്ങളോട് ഞാൻ പറഞ്ഞു. അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന്. അതേപോലെ നിങ്ങൾക്കിത് മാറ്റമുണ്ടാവണമെന്ന് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ആഗ്രഹിച്ചിട്ട് നിങ്ങൾക്ക് പറ്റാത്ത കാര്യമുണ്ടായിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ഇത് പറ്റാത്തത്? എന്താണ് നിങ്ങളുടെ തടസ്സം? ഞാൻ ശൈലജ ഒരു വലിയ സ്റ്റോറി പറയാൻ വേണ്ടി ഞാൻ, പിന്നെ എന്നോടായതുകൊണ്ട് ശൈലജ നെഗറ്റീവ് പറയുന്നില്ലെന്നുള്ളൂ. ഇല്ലെങ്കിൽ ഇപ്പം തുറന്നു കഴിഞ്ഞാൽ ഇങ്ങനെ മാലപ്പടക്കം പോലെ പറയണ്ടാവും. ഞാൻ തുടങ്ങി വെച്ചപ്പോൾ തന്നെ എൻ്റെ ജീവിതം ഇങ്ങനെയായി, അങ്ങനെ നല്ല ടേമിൽ വന്നുകൊണ്ടിരുന്നതാ. അപ്പോഴേക്ക് എവിടുന്നെങ്കിലും ഒരു സാത്താൻ വന്നിട്ട് കൂട്ടിക്കൊണ്ട്, നിങ്ങൾക്കറിയാലോ പിശാചിന്റെ കഥ, നിങ്ങൾക്കറിയാലോ. പിശാചിന് എന്തിനാണ് ദൈവം സൃഷ്ടിച്ചത്? ആ, ദൈവത്തിന് സൃഷ്ടി തന്നെയാണ് പിശാച് കിട്ടും, അല്ല പിശാചിന്റെ സൃഷ്ടിയല്ല. അല്ലെങ്കിൽ 2 കോൺട്രവേഴ്സി ഉണ്ട്. പിശാചിന്റെ സൃഷ്ടിയാണ്, ദൈവം ദൈവത്തിന് സൃഷ്ടിയാണ്, പിശാച് എന്ന് പറയും. എന്നാലും നമുക്ക് തൽക്കാലം ദൈവമാണ് പിശാചിനെ സൃഷ്ടിച്ചതെന്ന് പറയാം. എന്തുകൊണ്ടായിരിക്കും ദൈവം പിശാചിനെ സൃഷ്ടിച്ചത്? അത് ആർക്ക് വേണ്ടിയെന്നറിയോ? ആർക്കറിയെന്ന് പറഞ്ഞേ? ആർക്ക് വേണ്ടിയിട്ടാണ് ദൈവം പിശാചിനെ സൃഷ്ടിച്ചത്? ഒന്ന് ഉത്തരം പറഞ്ഞേ. ആർക്ക് വേണ്ടിയിട്ടാണ്? ഉത്തരം അറിയുന്നവർ നോക്കട്ടെ. എന്നാൽ ഞാൻ പറഞ്ഞുതരാം. തൽക്കാലം എന്തു ഏറ്റെടുക്കാൻ നമുക്കറിയാം. എനിക്ക് വേണ്ടിയിട്ടാണ് ദൈവം പിശാചിനെ സൃഷ്ടിച്ചത്. എന്തുകൊണ്ടാ? ഇല്ലെങ്കിൽ എന്നെ പോലുള്ളതിനോട് പണിയില്ല ഇവിടെ നീ. ഇല്ലേ പിന്നെ എന്നെ പോലുള്ള മനുഷ്യർക്ക്, കറക്റ്റ്, താങ്ക് യു ടീച്ചറായുണ്ട്. ഇല്ലെങ്കിൽ എന്നെ പോലുള്ളവർക്ക് എന്ത് പണിയുള്ള? ഒരു പണിയില്ല. പിശാച് എവിടെ ഇല്ലെങ്കിൽ ദൈവം പിശാചിനെ സൃഷ്ടിച്ചത് ദൈവത്തിന് വേണ്ടി തന്നെയാണ്. അല്ലെങ്കിൽ ദൈവത്തെ ആരും വിളിക്കില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നെഗറ്റിവിറ്റി നിങ്ങളിൽ ഇല്ല, നിങ്ങൾക്ക് മനസ്സിൻ്റെ വിഷമതകളില്ല, നിങ്ങൾക്കെല്ലാം പെർഫെക്റ്റ് ആണെങ്കിൽ പിന്നെ നിങ്ങൾ ഈ ഭാഗത്ത് എവിടെയും കാണുമോ? ഈ സൂമിൽ കാണുമോ? ആരെങ്കിലും കാണുമോ? ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഫുൾ പെർഫെക്റ്റ് ആണ്. ശാന്തി വിശ്വംഭരൻ ലൈഫ് ഫുൾ പെർഫെക്റ്റ് ആണ്, എല്ലാം ഓക്കെയാണ്, പൈസക്ക് പൈസ, ജോലിക്ക് ജോലി, എല്ലാം ഉണ്ട്. പിന്നെ ഈ വഴിക്ക് ഇവിടെ ഉണ്ടാവുമോ? ഞാനാണ് നിങ്ങളെ അവിടേക്ക് പിശാചിനെ പറഞ്ഞു വിട്ടു. കുറച്ചൊക്കെ അമൂല്യം ഇങ്ങനെ ആവും, അമൂല്യം ഇങ്ങനെ ആവും, ആണോ? അപ്പോൾ ഏറ്റെടുത്തല്ലോ, ഞാൻ ഏറ്റെടുത്തല്ലോ. ഇനി ഞാൻ മാറാൻ പറയുന്നതും മാറാമല്ലോ നിങ്ങൾക്ക്. അപ്പോൾ ഞാനാണ് പറഞ്ഞു വിട്ടതിന് മാറാനുള്ള വഴി ഞാൻ പറഞ്ഞു അല്ലേ. ചൂണ്ട അങ്ങോട്ട് ഇട്ടാൽ നിങ്ങളെ കൊളത്താനുള്ള സാധനം ഇട്ട് തന്നിട്ട് ഇനി കൊളത്തിക്കൊള്ളു. ഓക്കെ, ഒന്നുമില്ല, ഇതൊരു സരസമായി പറഞ്ഞു എന്നേ ഉള്ളൂ. കാര്യങ്ങൾ സരസമായി പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു. നോക്കൂ, നമ്മളുടെ, ഞാൻ രാവിലത്തെ ലൈവ് സെഷനിൽ പറഞ്ഞ കാര്യം തന്നെയാണ്, എന്നാൽ വീണ്ടും പറയുന്നു. നമ്മുടെ ജീവിതത്തിന് അങ്ങനെ ആവുന്നതിന് കാരണം നമ്മുടെ ചിന്താഗതികളാണ്. ഏത് ചിന്താഗതികൾ? ഇന്നത്തെ ചിന്താഗതികളല്ല. ഒരു കാര്യം ചോദിച്ചപ്പോൾ പറയട്ടെ. നമ്മുടെ ഹാപ്പി ആൻഡ് റെഡി എടുത്തിട്ടില്ല കേട്ടോ, മറന്നുപോയി. അയ്യോ, നിങ്ങൾ ആരും ടൈപ്പ് ചെയ്തില്ല, ഇങ്ങനെ ഇരുന്നല്ലേ. ഹാപ്പി ആൻഡ് റെഡി പെട്ടെന്ന് വരട്ടെ, പെട്ടെന്ന് വരട്ടെ. ടാബ്ലറ്റ്സ് ഇല്ലാതെ ക്ലാസ് എടുക്കേ, ഇത് ബ്രെഡ് ബുള്ള് കുടിക്കാതെ ഫുട്ബോൾ കളിക്കാൻ പോയി എന്ന് പറഞ്ഞ പോലെ ആയല്ലോ. ഹാപ്പി ആൻഡ് റെഡി ഇല്ലാത്ത പരിപാടി ഉണ്ട് നമുക്ക്. അല്ല, പോരട്ടെ 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 പോരട്ടെ. നിങ്ങളിപ്പോൾ എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ആൾക്കാർ എത്ര പേര് പോസിറ്റീവായിട്ടിരിക്കുന്നവരുണ്ട്, എത്ര പേര് നെഗറ്റീവ് അടിച്ചിരിക്കുന്നവരുണ്ട്? രണ്ടും തെറ്റല്ല, രണ്ടും നിങ്ങൾ ഒട്ടും കണ്ടീഷൻ എടുക്കണ്ട. ഇപ്പോൾ ഇവിടെ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന എത്ര പേര് പോസിറ്റീവായി ഇവിടെ ഇരിക്കുന്നവരുണ്ട്, എത്ര പേര് നെഗറ്റീവ് അടിച്ച് നിൽക്കുന്നവരുണ്ട്? ടെൻഷൻ അടിച്ചിരിക്കുന്നവർ, ഹാപ്പി ആയിരിക്കുന്നവർ എന്നാണ് ഉദ്ദേശിച്ചത്. രണ്ടു ടൈപ്പ് ചെയ്തോളൂ, നിങ്ങൾ പറഞ്ഞോളൂ. എത്ര പേരുണ്ട് പോസിറ്റീവായി പോസിറ്റീവ് എന്ന് ടൈപ്പ് ഉള്ളൂ, നെഗറ്റീവ് വെച്ചോ. രണ്ടും ഒക്കെയാണ്, രണ്ടുപേർക്കും ഒരേ കാര്യമാണ് പറയാനുള്ളത്. അതുകൊണ്ട് ആരും ഫാബ്രിക്കേറ്റ് ചെയ്യാൻ നിൽക്കണ്ട. യെസ് യെസ് യെസ്, കമോൺ കമോൺ കമോൺ.
യൂട്യൂബ് വീഡിയോ കാണുന്നവരോട് പ്രത്യേക ശ്രദ്ധയ്ക്ക്, ഇപ്പം പലരും യൂട്യൂബ് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ആ ബട്ടൺ പ്രസ് ചെയ്യാൻ നിങ്ങൾ മറന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. യൂട്യൂബിൽ വീഡിയോ കാണുന്നവർ പ്രത്യേകം പറയാം, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ക്ലാസ് ഇവിടെ എടുക്കുന്നത്, റെക്കോർഡ് ചെയ്യുന്നത്. യൂട്യൂബിൽ ഈ സൂമിൽ വരാൻ പറ്റാതെ ഇരിക്കുന്ന കുറേ പാവങ്ങളുണ്ട്, അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ക്ലാസ് എടുത്തിട്ട് അങ്ങോട്ട് അയക്കുന്നത്. അല്ലെങ്കിൽ ഈ സമയത്ത് എനിക്ക് പെയ്ഡ് സെഷൻ എടുത്താൽ മതി. പക്ഷെ നിങ്ങളെ മാത്രം ഓർത്തില്ല. അപ്പോൾ ഇത് പൂർണ്ണ ഉത്തരവാദിത്തം നിങ്ങളിലാണ്. ചാനൽ വളർത്താനും അതിനെ തളർത്താനും നിങ്ങൾക്ക് മാത്രം തീരുമാനിക്കും. ഞാൻ വിട്ടു തന്നിരിക്കുന്നു, ഞാനിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പഠിക്കണമെന്നുണ്ടോ, പോയിന്റ് എഴുതിക്കൊള്ളു താഴെ, എനിക്ക് ഇന്ന കാര്യത്തെപ്പറ്റി പഠിക്കും, ഞാനതും പഠിപ്പിച്ചു തരാം. ഐ എം ഓക്കെ. അങ്ങനെയല്ലേ പോരെ? ഇതല്ലേ ഈസിയസ്റ്റ് മെത്തേഡ്? അപ്പോൾ ഇവിടെ എല്ലാവരും പോസിറ്റീവായ ആൾക്കാരാണ്, ആണല്ലോ? എല്ലാവരും പോസിറ്റീവ്. അപ്പോൾ ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ നെഗറ്റീവായ ആളുകളോട് ഇരിക്കുന്നു, നിങ്ങൾ പോസിറ്റീവായ ആൾക്കാർ. ഞാൻ കുറച്ച് നെഗറ്റിവിറ്റി പറയുന്നു, നിങ്ങൾ എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ നമുക്ക് കാണാം. നിങ്ങൾ പോസിറ്റീവായിരിക്കുമോ? ഞാൻ ഫുൾ ഇനി മുതൽ അങ്ങോട്ട് പറയുന്നത് മുഴുവൻ നെഗറ്റീവാണ്. നിങ്ങൾ പോസിറ്റീവായിരിക്കുമല്ലോ, ഉറപ്പല്ലേ? മാറ്റമില്ലല്ലോ. എഗ്രി ഓർ നോട്ട് എഗ്രി? കൈപ്പൊക്കെ. ഞാൻ നെഗറ്റീവ് പറഞ്ഞാലും നിങ്ങൾ പോസിറ്റീവായിരിക്കുമെങ്കിൽ നോക്കാം നമുക്ക്. ചലഞ്ച്. ഞാൻ പിശാചാണ്, നിങ്ങൾ ദൈവത്തിൻ്റെ സന്തതിയാണ്. ഓക്കെ, നോക്കാം. എനിക്ക് നെഗറ്റീവൊക്കെ അറിയോ? 5 മിനിറ്റ് കഴിയുമ്പോൾ നിർത്തിയിട്ട് കിട്ടിയത് പോവില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് തുടങ്ങാം. ഒരു കൈ വേണ്ടല്ലോ. കാരണം വേറെ വിഷയമുണ്ട്, എനിക്ക് നെഗറ്റീവ് ഒക്കെ അറിയില്ല, എനിക്ക് മറന്നുപോയി. ഇനി പറയാം, ഇനി ഞാൻ ബുക്കൊക്കെ എടുത്ത് പല പൈങ്കിള് പുസ്തകങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോയി എടുത്തിട്ട് അതിൽ നിന്ന് പറയേണ്ടി വരും. അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ ഇല്ല സാധനം, തീർന്നുപോയി. എൻ്റെ ബാണ്ടൊക്കെ ഇത് മുഴുവൻ തീർന്നുപോയി. അതുകൊണ്ട് ഇനി എന്നെ കൊണ്ട് ആ ഇതിൽ എനിക്ക് വിജയിക്കാൻ പറ്റില്ല. എൻ്റെ പുസ്തകം അങ്ങനത്തെ വല്ല ബുക്കും ഇവിടെ ഉണ്ടെങ്കിൽ ഇപ്പം അതുമില്ല. ഈ പുസ്തകത്തിൻ്റെ റാക്കിൽ ഒരു പൈങ്കിളി സാഹിത്യത്തിൻ്റെ പുസ്തകങ്ങളും ഇല്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പുസ്തകങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അതിൽ നിന്ന് കണ്ടെടുത്ത് പറയാനും പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യത്തിലേക്ക്, നമ്മളിപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ സിറ്റുവേഷൻ, ഇപ്പോൾ നിങ്ങൾ പോസിറ്റീവാണെന്ന് പറഞ്ഞു, ഇതിപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി വെച്ചൊരു സംഭവമാണ്, അല്ലേ? നിങ്ങൾ ഇപ്പോൾ ഈ എൻവയറമെൻറ്റിൽ വന്ന് നിന്നിട്ട്, നമ്മുടെ ഈ എൻവയറമെൻറ്റിൽ വന്നിരുന്നതിന് ശേഷം നിങ്ങൾ ആഴപ്പെട്ട ഒരു കൾച്ചറാണ്, അല്ലേ? അല്ലെങ്കിൽ നിങ്ങൾ ആകപ്പെട്ടെന്ന് വെച്ചാൽ നിങ്ങൾ അങ്ങനെയുള്ള ആ സ്റ്റേറ്റിലേക്ക് നിങ്ങൾ എത്തപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്, അല്ലേ? ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പുണ്ടോ, ഇനി നിങ്ങൾ ഈ എൻവയറമെൻറ്റിൽ നിന്ന് വിട്ടിട്ട് പോയാലും നിങ്ങൾ ഇതേപോലെ പോസിറ്റീവായിട്ട് അടുത്ത 6 മാസം കഴിയുമ്പോഴും ഇതേപോലെ പോസിറ്റീവായിട്ട് നിൽക്കും, ഞാൻ ഉണ്ടാകുമെന്ന് ഉറപ്പുള്ള എത്ര പേരുണ്ട്? നിങ്ങൾ ഇവിടുന്ന് എക്സിറ്റ് ചെയ്ത് പോവുകയാണ്, ഈ ഗ്രൂപ്പായിട്ട് എല്ലാ ബന്ധവും കഴിഞ്ഞു, ക്ലാസ്സുകൾ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞ് നിങ്ങൾ പോവുകയാണ്. 6 മാസം കഴിഞ്ഞിട്ട് നിങ്ങൾ ഇതേ കണ്ടീഷനിൽ, ഇപ്പോൾ നിങ്ങൾ പോസിറ്റീവായ കണ്ടീഷനിൽ ഉണ്ടാവുമെന്ന് ഉറപ്പുള്ളവർ പേര് എഴുതിയ നോക്കട്ടെ. എല്ലാവരും, എവരിവൺ. ആരൊക്കെ അതേ കണ്ടീഷനിൽ ഉണ്ടാവുമെന്ന് ഉറപ്പ് പറയുന്നവർ? 90% ആൾക്കാരും ഉത്തരം പറയും, തിരിച്ചു പോകും. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. എന്തുകൊണ്ടാണെന്നറിയോ? അതിന് ക്ലിയർ ആയിട്ട് പറയാം. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും, ഓൾമോസ്റ്റ് ആൾക്കാർക്ക് എത്തപ്പെട്ടിട്ടുള്ളത്, ഞാൻ പറയാം, അടുത്ത സ്റ്റെപ്പ് പറയാട്ടോ, നിങ്ങൾ ആരും സങ്കടപ്പെടണ്ട. ഇപ്പോൾ എത്തപ്പെട്ടിട്ടുള്ളത് എൻവയറമെന്റിൽ നടക്കുന്ന ചേഞ്ചസിന്റെ ഭാഗമായി മാറുകയും മാത്രമാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ അകത്ത് പഴയത് ഇപ്പോഴും കിടപ്പുണ്ട്. അതന്നെ, സറൗണ്ടഡ് ബൈ ദ പോസിറ്റീവ് പീപ്പിൾ ആകുമ്പോൾ നിങ്ങൾക്ക് പോസിറ്റീവ് ചേഞ്ചസ് കാണും. പക്ഷെ അകത്ത് കിടക്കുന്നത് എന്താണ്? പഴയത്. നിങ്ങൾ ഇതിൽ നിന്നും ഈ പോസിറ്റീവ്നെസ്, ഇവിടെയുള്ള പോസിറ്റീവ്സ് കുറച്ചങ്ങ് കുറയുമ്പോൾ അകത്തെ പഴയത് തികട്ടി മുകളിലോട്ട് വരും. അനുഭവങ്ങൾ വരും, കുറേ മറ്റ് സാഹചര്യങ്ങൾ വരും, നിൽക്കാൻ പറ്റില്ല. നമ്മൾ പോലും വിചാരിക്കരുത് എന്താ സംഭവിക്കുന്നത് ഞാൻ എത്രയോ നല്ല. നിങ്ങൾക്ക് മാത്രമല്ല കേട്ടോ, എൻ്റെയും അവസ്ഥ സെയിം തന്നെയാണ്. ഞാനിവിടെ ഈ ക്ലാസ് നിർത്തിയിട്ട് ഞാൻ 1 മാസം ക്ലാസ് ഒന്നും ഇല്ലാതെ നോർമലി എൻ്റെ പഴയ ലൈഫിലേക്ക് പോയാൽ എൻ്റെ അവസ്ഥ ഇത് തന്നെയാണ്. കാരണം വളരെ സിമ്പിളാണ്. നമ്മൾ ഇത്രയും വർഷങ്ങളാക്കി ഉണ്ടാക്കി വെച്ച ബ്രെയിൻ പാറ്റേൺസിനെ ഒരു സുപ്രഭാതം കൊണ്ട് മാറ്റാനൊന്നും പറ്റില്ല, ഒരു 6 മാസം കൊണ്ടൊന്നും മാറ്റാൻ പറ്റില്ല. നിരന്തരമായ പ്രാക്ടീസ്. ഇപ്പം ഞാനൊക്കെ മാറിയാലും എനിക്ക് അപ്പം തന്നെ മനസ്സിലാവും, അതേ മാറുന്നുണ്ട്, ട്രാക്ക് വിടുന്നുണ്ട്, തിരിച്ചു വരണമെന്ന് മനസ്സിലാവും നമ്മൾ. കാരണം നമ്മൾ ഈ ട്രാക്ക് പഠിച്ചതുകൊണ്ട്. നിങ്ങൾക്ക് ഡ്രൈവിങ് 2 രീതിയിൽ പഠിക്കാം. ഒന്ന്, വണ്ടി എടുക്കുക, നേരെ ഡ്രൈവിംഗ് പഠിക്കുക, ലെഫ്റ്റും റൈറ്റും വണ്ടി ഓടിക്കുക, സ്റ്റിയറിംഗ് പഠിക്കുക, ഗിയർ പഠിക്കുക, വണ്ടി ഓടിച്ചു പോവാം. മറ്റൊന്ന്, വണ്ടി എങ്ങനെ വർക്ക് ചെയ്യുന്നു, ഇഞ്ചിൻ എങ്ങനെ സ്റ്റാർട്ടാകുന്നു, ഇഞ്ചിനിൽ എന്താ സംഭവിക്കുന്നത്, ടയർ എങ്ങനെയാണ്, ബ്രേക്ക് എവിടെയാണ്, ഇത് മൊത്തം വണ്ടിയുടെ മെക്കാനിക്ക് കംപ്ലീറ്റ് പഠിച്ച ഡ്രൈവർ ആവാം. ഏതാണ് ശരിയായ ഡ്രൈവർ?
മുഴുവൻ പഠിച്ച് ഡ്രൈവർ ആവുന്നതല്ലേ കറക്റ്റ്. എവിടെ വണ്ടി എന്ത് പഞ്ചറായി കഴിഞ്ഞാലും ഇപ്പം നിങ്ങളോട് ചോദിക്കണം, നിങ്ങളിപ്പോൾ ഒരുപാട് ആൾക്കാർ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരുണ്ട് ഇവിടെ അല്ലേ, ലേഡീസിന് ഒരുപാട് ലൈസൻസ് ഉണ്ട്. നിങ്ങൾക്ക് ആ ടയർ അങ്ങ് പൊട്ടിക്കഴിഞ്ഞാൽ, ഒരു ടയർ അങ്ങ് പഞ്ചറായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടയർ പഞ്ചറായി, അടുത്ത വിളി ഭർത്താവിന് വിളിക്കും, ചേട്ടോ എൻ്റെ ടയർ പോയി എന്ന് പറയും. എന്നിട്ട് മാത്രമേ വർക്ക്ഷോപ്പിൽ പോലും വിളിക്കുള്ളൂ. അതറിയാം, വർക്ക്ഷോപ്പിൽ വിളിച്ചാൽ ആൾ വന്ന് മാറ്റണം. പക്ഷെ ആദ്യം വിളി അല്ലേ. പക്ഷേ ഞങ്ങളെപ്പോലുള്ള ഒരാൾക്ക്, വണ്ടീനെ പഠിച്ചിട്ടുള്ള ഒരാൾക്കാണ് വണ്ടി ടയർ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ ആദ്യം ഡിക്കി പോയി തുറക്കും. സ്റ്റെപ്പിന് ഉണ്ടോ? ഉണ്ട്. അവിടെ ജാക്കി ലിവർ ഉണ്ടോ? ഉണ്ട്. ഇതൊക്കെ നോക്കിയിട്ട് പിന്നെ നമ്മൾ നടുവുണ്ടോ കൈയുണ്ടോ കാലൊക്കെ ഉണ്ടോ പിന്നെ ആലോചിക്കുള്ളൂ. ഇത് പൊക്കാനുള്ള കാര്യം ആലോചിക്കുക. അപ്പം അതേപോലെ തന്നെയാണ് നമ്മുടെ കാര്യം. നമുക്ക് മാറ്റം വരുന്നുണ്ട് എന്ന് മനസ്സിലായാൽ ഉടനെ പൊക്കാനുള്ള, ആദ്യം സ്റ്റെപ്പിന് ഉണ്ടോ നോക്കുക, പൊക്കാനുള്ള ജാക്കി ലിവർ എടുക്കുക. എടുത്തു കഴിയുമ്പോൾ നമ്മുടെ ആരോഗ്യത്തെ പറ്റിയൊക്കെ, നടുവുണ്ട് കാലുണ്ട് വളയാൻ പറ്റുമോ ഒക്കെ നോക്കുള്ളൂ. ഇല്ലെങ്കിൽ ആ ഒരു വാമപ്പൊക്കെ ചെയ്ത് എന്താ ഒരു കൈ നോക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഇല്ലേ, നിങ്ങൾ കണ്ടിട്ടില്ലേ ഇത്? ഇതൊക്കെ ലൈഫിലൊരു നോർമൽ സാധനമാണ്. ഇത് ചെയ്യാൻ പറ്റും. എത്ര പേർക്ക് പറ്റും ഇങ്ങനെ? ടെൽമി, എത്ര പേർക്ക് ഇങ്ങനെ പറ്റും? ഞങ്ങൾ വീണ് കഴിഞ്ഞാൽ ഉടനടി എഴുന്നേക്കാനുള്ള കപ്പാസിറ്റി ഞങ്ങൾക്ക് ഉണ്ട്. കമോൺ എവരിവൺ, എത്ര പേർക്ക് പറ്റും? എങ്ങാനും വീണാൽ സെൽഫായിട്ട് എഴുന്നേക്കാനുള്ള കപ്പാസിറ്റി ഉള്ളവർ മാത്രം ഞാൻ കാണട്ടെ. അവരെ മാത്രം ഞാൻ സെക്കൻഡ് ഇതിലേക്ക് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അവരെ മാത്രം അടുത്ത സ്റ്റേറ്റിലേക്ക് ടൈപ്പ് ചെയ്യുന്നവരുടെ പേര് നിങ്ങൾ ശരിക്കും നോക്കിയോ. അവർ ഏത് സെഷനിലാണ് എൻ്റെ മെമ്പർഷിപ്പ് ക്ലാസ്സിൽ പങ്കെടുക്കുന്നതെന്ന് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. എഴുന്നേക്കണം, നിങ്ങളെല്ലാവരും ടൈപ്പ് ചെയ്തിട്ടുണ്ട് എഴുന്നേക്കണം. സന്തോഷം. അപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങളെല്ലാവരും എഴുന്നേക്കുമല്ലോ, റെഡിയാണല്ലോ? ഞാൻ ഈ കമ്മ്യൂണിറ്റിയിൽ നിന്ന് പോയാലും നിങ്ങൾ വീഴില്ല, നിങ്ങൾ നിർത്തിയാലും നിങ്ങൾ എഴുന്നേക്കും. എന്നാൽ ദിനേശ് സാർ ബൈ ബൈ, പോട്ടെ, ഇനി നമുക്ക് അടുത്ത വർഷം കാണാം. ഓക്കെ, നിങ്ങളെല്ലാം സെറ്റായി. പിന്നെ നിങ്ങൾ എന്ത് പഠിപ്പിക്കാനും ഒന്നും പഠിപ്പിക്കണം. ബൈ, പോട്ടെ, എല്ലാവരും ഓക്കെ അല്ലേ? ഞാൻ പറഞ്ഞു വന്നത്, ഓക്കെ, നിങ്ങൾ എന്തായാലും പോകണ്ട, ഞാൻ എന്തായാലും പോകുന്നില്ല, നിങ്ങൾ എന്തായാലും എഴുന്നേറ്റുള്ളൂ. ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് പറഞ്ഞു പോകാം. നമ്മൾ വിചാരിക്കും നമ്മുടെ പഴയ എല്ലാ സാധനങ്ങളെയും ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്, ഇത് മാറ്റണം, ഇത് മാറ്റാൻ പറ്റാതെ. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, മാലിന്യങ്ങൾ അകത്ത് കിടക്കുന്നത് നമ്മൾ പതുക്കെ 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 കളഞ്ഞുകൊണ്ടേയിരിക്കണം. ഒരു ദിവസത്തിൽ കളയില്ല, ഒരു ദിവസം പോവില്ല, കളഞ്ഞുകൊണ്ടേയിരിക്കണം. അതിന് കുറേ പ്രക്രിയകൾ വേണം. ഇപ്പം ഇന്നലെ എനിക്ക് കുറച്ച് ഇന്നലെ ക്ഷീണത്തിലായിരുന്നു. ഇന്നലെ രാവിലെ ഒരു ക്ഷീണം ഓവർലോഡാണ്, വർക്ക് ഓവർലോഡായതിൻ്റെ ക്ഷീണമാണ്. അപ്പോൾ അത് റിയലൈസ് ചെയ്തു. ഞാൻ ഉടനെ വന്നു, ഒന്ന് സ്വസ്ഥമായിരുന്നു, പ്രാർത്ഥിച്ചു. ഒരു അരമണിക്കൂർ സൈലൻസിൽ പോയി, നല്ല ഉപ്പ് ലൈറ്റ് ചൂടാക്കിയ വെള്ളം മഞ്ഞപ്പൊടിയൊക്കെ ചേർത്തു, നന്നായി ഒന്ന് കുളിച്ചു, ക്ലെൻസ് ചെയ്തു, ഒരു സെൽഫ് ഹീലിംഗ് ഒക്കെ ചെയ്തു. ഇപ്പോൾ ഐ ആം 100% പെർഫെക്റ്റ്, ഓൾ റൈറ്റ് നൗ. തിരിച്ചു വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ അകത്ത് പിടിച്ചു വെച്ചിരിക്കുന്ന ഈ മാലിന്യങ്ങളെ ഇടക്കിടക്ക് കളയണം, ഇടക്കിടക്ക് എടുത്ത് കളഞ്ഞുകൊണ്ടേയിരിക്കണം. അത് ശ്രദ്ധിക്കുക, ഇടക്കിടക്ക് എടുത്ത് കളഞ്ഞുകൊണ്ട്. അതിന് വേണ്ടിയിട്ട് കൂടുതൽ പറയുന്നത്, അതിന് വേണ്ടി ഈ ആഴ്ച നിങ്ങൾക്ക് ഒരു ബേൺ യുവർ ഫാസ്റ്റിൻ്റെ മെഡിറ്റേഷൻ തരുന്നുണ്ട്. ഇടക്കിടക്ക് വേണ്ടി വരും, ഒറ്റയടിക്കുന്ന പോലെ. ഞാൻ പറഞ്ഞു, ഞാനൊക്കെ ഒരാഴ്ച 15 ദിവസം ചില ആൾക്കാർ വന്നിട്ട് നമ്മളെ കണ്ട് അപ്പോയിൻമെൻ്റ് എടുത്ത് പോയി വരുന്ന ദൈവമേ. പിന്നെ തന്നത്തെ ദിവസത്തെ നമ്മുടെ കാര്യം പല സാധനം, ചിലപ്പോൾ പല സാധനം ഉണ്ടല്ലേ. ഇന്ന് ഞാൻ കഥ പറയാൻ നിൽക്കണ്ട. പക്ഷെ എന്തുകൊണ്ടാണ്, ഒരു കാര്യമുണ്ട്, സന്തോഷപൂർവ്വം നിങ്ങൾ ആരെങ്കിലും അനുഭവിച്ചു പറ. നമ്മൾ 1 to 1 ഇരുന്നിട്ട് സംസാരിച്ചിട്ട് പരിഹാരം ഇതുവരെ ആവാത്ത എന്തെങ്കിലും വിഷയം നിങ്ങളുടെ ആരെങ്കിലും ലൈഫിൽ ബാക്കിയുണ്ടോ? 1 to 1 എടുത്തിട്ട് നമ്മൾ ഒരു പരിഹാരം ശ്രദ്ധിച്ച്, പല പരിഹാരങ്ങളും നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. പലപ്പോഴും ചിന്തിക്കാൻ പറ്റാത്ത പോലെ. ഇല്ലല്ലോ. എന്തെങ്കിലും ആരെങ്കിലും ഉണ്ടോ എന്ന് പറഞ്ഞ് ഞാൻ എല്ലാവരോടും പറയണം, ആരെങ്കിലും ഉണ്ടോ എന്ന് വെച്ചാൽ പരിഹാരം നമ്മൾ നിർദ്ദേശിച്ച പരിഹാരമുണ്ട്. ചിലതൊക്കെ ഡിലേ ആയി പോകുമായിരിക്കും, അത് സ്വാഭാവികമായിട്ടുണ്ടല്ലോ. പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇടയ്ക്കിടയ്ക്കുള്ള ഇത്തരം ക്ലെൻസിങ്ങുകൾ നിങ്ങൾ നടത്തണം. അതിനുവേണ്ടി നാളെ ശനിയാഴ്ചയും ഞായറാഴ്ചയും 2 ദിവസങ്ങളായിട്ട് ഒരു എനർജി ക്ലെൻസിങ്ങിനുള്ള ഒരു മെഡിറ്റേഷൻ വിത്ത് പ്രാക്ടീസ് നമ്മൾ ചെയ്യുന്നു. വളരെ പവർഫുള്ളായിട്ടുള്ളതാണ്. ബേൺ യുവർ പാസ്റ്റ് നമ്മൾ ഇതിനു മുമ്പ് പണ്ട് ചെയ്തതാണ്, ഇതിനു മുമ്പ് നമ്മൾ ചെയ്തതുമാണ്. ബേൺ യുവർ പാസ്റ്റ് എന്ന് പറയുന്ന നിങ്ങളുടെ ഫ്യൂച്ചറിനെ അട്രാക്റ്റ് ചെയ്യുന്ന എനർജിയെ ക്ലെൻസ് ചെയ്യുന്ന ഒരു മെഡിറ്റേഷൻ. അപ്പോൾ നിങ്ങളെ കൂടുതലൊന്നും വിശദീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങളെല്ലാവരും പങ്കെടുക്കുക. ഓരോ ആളും പറയേണ്ട കാര്യം, എല്ലാവരും പങ്കെടുക്കുക. എന്തെങ്കിലും പഴയ കാര്യങ്ങളെ നിങ്ങൾക്ക് ഒഴിവാക്കാനുണ്ടെങ്കിൽ അത് നാളത്തെ മെഡിറ്റേഷനോട് നമുക്ക് ഒഴിവാക്കാം.
പിന്നെ കുറേ കഴിയുമ്പോൾ വീണ്ടും അക്കോമഡേറ്റ് ചെയ്ത് വരും, ചെറിയ ചെറിയ ഇത് വരും, സ്വാഭാവികമാണ്. അത് വീണ്ടും കളയേണ്ടി വരും. അങ്ങനെ നിത്യ പ്രാക്ടീസ്. ഇവിടെ സോൾട്ട് ടെക്നിക്ക് ഞാൻ പഠിപ്പിച്ചു തന്നിരുന്നു. സോൾട്ട് ടെക്നിക്ക് ചെയ്തിട്ട് ഗുണം കിട്ടിയ ഒരുപാട് ആൾക്കാരില്ലേ, ലൈഫിൽ ഒരുപാട് മാറ്റം വന്നവരില്ലേ സോൾട്ട് ടെക്നിക്ക് ഉപയോഗിച്ചത്. അതേ ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ പഴയ വേദനകളെ മുഴുവൻ എഴുതി ഒരു കടലാസിലിട്ടിട്ട് നമ്മൾ ചെയ്യുന്നു. സോൾട്ട് വാട്ടർ ടെക്നിക്ക് കൂടി നമ്മൾ കൂടെ ചെയ്യുന്നു. സൂപ്പറായിട്ട് മാറ്റം ഉണ്ടാകുമെന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. ബാക്കി നിങ്ങൾക്ക് തന്നിരിക്കുന്ന ചാൻസ്. നിങ്ങളാണ് മാറേണ്ടത്. ഞാൻ മാറുന്നുണ്ട്, നിങ്ങൾക്ക് മാറും. ഞങ്ങൾ മാറാൻ വേണ്ടി തയ്യാറായി പോയിക്കൊണ്ടിരിക്കുന്നവരാണ്, മാറിക്കൊണ്ടേയിരിക്കുന്നവരാണ്. നിങ്ങൾക്കും കൂടെ മാറിക്കൊണ്ടേയിരിക്കുക, അടുത്ത തലങ്ങളിലേക്ക് പോകാൻ നിൽക്കുന്നു. അപ്പോൾ നാളെ രാത്രി 9:30 മണിക്കാണ് ഈ ക്ലാസ് ഉള്ളത്. പാസ്റ്റ് ഇമോഷണൽ റീസൺസിനെ അതൊക്കെ ഞാൻ പറഞ്ഞു വന്നു. എല്ലാ വിഷയങ്ങൾക്കുള്ള കൃത്യമായ പരിഹാരത്തെ പറ്റിയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ അഡ്മിനെ വിളിച്ചോളൂ, ഇന്ന് തന്നെ ജോയിൻ ചെയ്തോളൂ. ലാസ്റ്റ് നിമിഷം ആരെങ്കിലും അടച്ചിട്ട് ഇപ്പോൾ വന്ന് കളയാന്നുകൊണ്ട് വരരുത്, ദയവ് ഇത് വരരുത്. കാരണം നാളെ ഉച്ചയ്ക്ക് മുമ്പേ ചെയ്യേണ്ട കുറച്ച് പരിപാടികൾ, നാളെ 12 മണിക്ക് മുമ്പേ ചെയ്യേണ്ട കുറച്ച് പരിപാടിയുണ്ട്. 12 മണിക്ക് ഞാൻ ഒരു മെസ്സേജ് ഇടുന്നുണ്ട്. 12 മണിക്ക് ശേഷം വന്നു കഴിഞ്ഞാൽ ഈ മെസ്സേജ് നിങ്ങൾക്ക് കിട്ടത്തില്ല, നിങ്ങൾക്കത് ചെയ്യാനുള്ള സമയം ഉണ്ടാവില്ല. കാരണം രാത്രി 10 മണിക്ക് മുമ്പ് 12 മണിക്ക് മുമ്പ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് രാത്രി നമ്മൾ ആ പ്രോഗ്രാം ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ കൃത്യമായ ഫലം കിട്ടുള്ളൂ. അപ്പോൾ ചെയ്യുന്നവർ 12 ആരൊക്കെയാണോ ജോയിൻ ചെയ്യുന്നവർ 12 മണിക്ക് മുമ്പ് ചെയ്തേക്കുക. 12 മണിക്ക് ഞാൻ ആ ഗ്രൂപ്പിൽ ലൈവ് വരും. ആ ഗ്രൂപ്പിൽ ലൈവ് ഞാൻ ചില കാര്യങ്ങൾ പറയും. അത് 12 മണിക്ക് ശേഷം നിങ്ങൾ വൈകിട്ട് 6 മണിക്ക് മുമ്പേ ചെയ്യേണ്ട കാര്യമുണ്ട്. 6 മണി കഴിഞ്ഞാൽ പിന്നെ സമയം കഴിഞ്ഞാൽ പിന്നെ അത് ചെയ്യാനും പറ്റില്ല. അപ്പോൾ അതുകൊണ്ടൊരു പ്രാക്ടീസ് ഉണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആൾക്കാർ അഡ്മിനെ വിളിച്ചിട്ട് എത്രയാണ് 500 എത്ര ഫീസ്, ആ ഫീസ് അടച്ചോളുക, നിങ്ങൾ ജോയിൻ ചെയ്യുക മാത്രം ഓർമ്മിപ്പിക്കുന്നു. മാറ്റാൻ വേണ്ടി തയ്യാറായിട്ട് വരും. എനിക്ക് അങ്ങനെ പറയുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നാളെ കാണാം എല്ലാവരും. താങ്ക് യു വെരി മച്ച്.